കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സർക്കാർ രൂപീകരണം വൈകുന്നത് ഇപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണയായി ഒരു തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് സ്ഥിരതയുള്ള ഭരണവും വേഗത്തിലുള്ള തീരുമാനങ്ങളുമാണ്. എന്നാൽ ഇപ്പോൾ കാണുന്നത് അതിന്റെ പൂർണ്ണ വിപരീത ദൃശ്യമാണ്. UDF വിജയിച്ചിട്ടും മുഖ്യമന്ത്രി സ്ഥാനം മുതൽ മന്ത്രിസഭാ രൂപീകരണം വരെ എല്ലാം ചർച്ചകളിലും തർക്കങ്ങളിലും കുടുങ്ങിയിരിക്കുകയാണ്. സർക്കാർ രൂപവൽക്കരണം വൈകുന്നത് ദൈനംദിന പ്രവർത്തനങ്ങൾക്കപ്പുറമുള്ള ഭരണ നടപടികൾ അവതാളത്തിലാക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് സംസ്ഥാനത്തിന്റെ ഭരണ സംവിധാനത്തെയാണ്. പുതിയ സർക്കാർ അധികാരമേൽക്കാതെ പ്രധാന തീരുമാനങ്ങൾ പലതും നീളുകയാണ്. സാമ്പത്തിക ഫയലുകൾ മുതൽ ഭരണ നടപടികൾ വരെ നിരവധി കാര്യങ്ങൾ അനിശ്ചിതത്വത്തിൽ തുടരുന്നു. ഭരണത്തിന്റെ തുടർച്ച തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ സംസ്ഥാനത്തെ ഒരു സ്തംഭനാവസ്ഥയിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയും ഉയരുകയാണ്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നീക്കിയിട്ട് 6 ദിവസമായെങ്കിലും പെരുമാറ്റച്ചട്ടം നിലനിന്ന അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും സർക്കാർ പ്രവർത്തനം. വിദ്യാഭ്യാസ വകുപ്പിലും പോലീസിലും സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ളവ നടക്കാത്തത് പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാർ അധികാരമേൽക്കാത്തതിനാൽ വകുപ്പ് സെക്രട്ടറിമാരും കാര്യമായ തീരുമാനങ്ങൾ എടുക്കുന്നില്ല. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴും പാഠപുസ്തക വിതരണത്തിന്റെ കാര്യത്തിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. തിരഞ്ഞെടുപ്പിന് മുൻപ് ഇൻസ്പെക്ടർ മുതൽ താഴോട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വരെ വിവിധ ജില്ലകളിലേക്ക് സ്ഥലം മാറ്റിയത് തിരഞ്ഞെടുപ്പ് നടപടി പൂർത്തിയാകുമ്പോൾ തിരികെ നിയമിക്കാറുമുണ്ട്.